സന്തോഷ് പണ്ഡിറ്റ് മണ്ടനാണോ? കോമഡി ഇല്ലാത്ത സീനിൽ വെറുതെ ചിരിക്കല്ലേ. സന്തോഷ് പണ്ഡിറ്റ് മണ്ടനാണോ? ഇത്രയും വലിയ മണ്ടനെ വിളിച്ച ആളെ എന്ത് വിളിക്കണം? ഓ നമുക്ക് കിട്ടുന്ന വെച്ചല്ലേ. സിനിമ ഏതാ സാർ? ഇപ്പൊ ഓണർ റിലീസ് ഉണ്ടല്ലോ. ഓണർ റിലീസ് ഉണ്ട്. ഒരു നീലിമ നല്ല കുട്ടിയാണെന്ന് പറഞ്ഞു. നല്ല പേര്. നീലിമ നല്ല കുട്ടിയാണെന്ന് പറഞ്ഞു. ഒരു പ്ലേ കാർഡ് കയ്യിൽ പിടിക്കുക, എന്നിട്ടേ എന്നിൽ ഔഷധ ഗുണമില്ല എന്ന് പൊട്ടി കാണിക്കാം. തമാശയാക്കാണ്. അല്ല തമാശയാക്കാണ്. അങ്ങനെ ആക്കണ്ട കേട്ടാ. ആരും ഒന്നും കൊല്ലാൻ പോണില്ല. അല്ല, ഈ ഔഷധ ഗുണമുള്ള ഇവനെ മലയാളി ഹൗസ് എന്ന പരിപാടിക്ക് ഇവനെ വിളിച്ചോ. 16 ഒരാളായിട്ട് എന്നെ വിളിച്ച് 26 ലക്ഷം രൂപയൊന്നു. എടാ, ഇന്ന് വരെ നിനക്ക് കോപ്പിൽ 1 രൂപ പൊട്ടനായിരുന്നു ഞാൻ. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. സൗന്ദര്യം കുറഞ്ഞവരെ മലയാള സിനിമ ഇന്നും അംഗീകരിക്കുന്നത് പട്ടനും പൊട്ടനും നിങ്ങൾക്ക് നോക്കിയാറേ. ഒന്നുകിൽ അവൻ പട്ടനെ അഭിനയിക്കണം, അല്ലെങ്കിൽ പൊട്ടനെ അഭിനയിക്കണം, അല്ലെങ്കിൽ വില്ലനാവണം. താങ്കൾ വികൃതമായിട്ട് അഭിനയിച്ചോളൂ, കുഴപ്പമില്ല. ആ സിനിമ വികൃതമായിരുന്നാ മതി. നീ ഏതാടാ നായേ? താങ്കൾ വികൃതമായിട്ട് അഭിനയിച്ചോളൂ, കുഴപ്പമില്ല. ആ സിനിമ വികൃതമായിരുന്നാ മതി. നിന്നെ ആർക്ക് വേണം? വലിഞ്ഞേറി വന്നേക്കുന്ന സാർ, ഇഷ്ടമുള്ളവര് കണ്ടാ മതി. എന്നെ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. ഞാൻ നിങ്ങളുടെ ആരും വീട്ടിൽ ചെന്ന് പറയുന്നില്ല. കൂട്ട് ഞാൻ മാത്രമല്ല, അവരെല്ലാവരും. പറ്റുമെങ്കിൽ 4ാം ക്ലാസ്സിലെ സോഷ്യൽ സ്റ്റഡീസ് വായിക്കൂ. ഇന്ത്യ സ്വതന്ത്രമാണ്. ഇവിടെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഇവിടെ അതുണ്ട്. ഇത് പറയാൻ ഒരു ഇന്ത്യൻ പൗരന് അവകാശമുള്ള പട്ടിപ്പന്നികളെ. ഇന്ത്യ സ്വതന്ത്രമാണ്. ഇവിടെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഇവിടെ അതുണ്ട്. ഇന്ത്യ സ്വതന്ത്രമാണ്. ഇവിടെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ. തോന്നുന്നു. അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ? താങ്കൾ പറഞ്ഞത് ആരെയും വീട്ടിൽ പോയി ക്ഷണിക്കുന്നില്ല സിനിമ കാണാനായിട്ട് വരുന്നത്. പക്ഷെ താങ്കളുടെ വീട്ടിൽ വന്ന് ഞങ്ങൾക്കൊന്ന് പറയണതുണ്ട്, ഒരിക്കലും സിനിമ ചെയ്യും. പൊട്ടനാണ്, ലോക പൊട്ടനാണ് ഇത് പറയുന്നത്. ഹലോ, ഞാൻ ഒരുത്തന്റെ തന്തയുടെ പൈസക്കല്ല എടുക്കുന്നത്. ഇങ്ങനെ തെറി വിളിക്കല്ലേ, ഒരു മനസ്സിനാണ് ഞാൻ. ഏറ്റവും ഇഷ്ടപ്പെട്ട പദം തന്ത എന്നുള്ളതെന്ന് തോന്നുന്നു. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. പണ്ഡിറ്റിന്റെ ആദ്യ ചിത്രത്തിന് പല ദിവസവും ആൾക്കാർക്ക് ടിക്കറ്റ് കിട്ടിയില്ല. മനസ്സിലായില്ലേ, ഞങ്ങൾ വലിഞ്ഞു കയറി വന്നവരല്ലെന്ന്. കാരണം ടിക്കറ്റ് കംപ്ലീറ്റ് കട്ടിട്ടുണ്ടാവും. ഒരു മനുഷ്യനെ കഷ്ടപ്പെട്ട് അടിച്ചൊതുക്കും. കഴിവുള്ളവൻ ഉയർന്നു വരും. ചൊറിഞ്ഞിട്ട് കാര്യമില്ല. ഈ മാതിരി ആളുകൾ നമുക്ക് പറ്റൂല. എടാ ചന്ദ്ര, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോടാ.